സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 17, ഒന്നാമത്തെ വായനാ ഭാഗം സംഖ്യാപുസ്തകം 36. സംഖ്യാപുസ്തകം 36 എന്ന് പറയുമ്പോൾ സംഖ്യാപുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ യോസഫിൻ്റെ മക്കളുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മകനായ ഗിലിയാദിൻ്റെ മക്കളുടെ കുടുംബത്തലവന്മാർ അടുത്തു വന്ന് മോശയോട് ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിയിച്ചു. അത് മറ്റൊന്നുമല്ല, മുമ്പ് ഓർമ്മയുണ്ടാകുമല്ലോ, സെലോഫഹാദിൻ്റെ മക്കളായ മഹ്ള, തുസ്സ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ അപ്പൻ മരിച്ചു പോയതുകൊണ്ട്, മാത്രമല്ല അവർക്ക് അപ്പൻ മരിക്കുന്ന സമയത്ത് ആൺമക്കൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവകാശം കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നാൽ ഞങ്ങളുടെ അപ്പൻ്റെ മകനില്ലാത്തതുകൊണ്ട് അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾക്കും അവകാശം തരണമെന്ന് പറയുകയും, അങ്ങനെ അവർക്ക് ഇസ്രായേൽ മക്കളോട് ഗോത്രങ്ങൾക്ക് അവകാശം കൊടുത്തപ്പോൾ ആ കുടുംബത്തിനും അവകാശം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ ഇവർ വന്ന് പറയുന്നത്, ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഈ ഗോത്രത്തിൽ ഭാര്യമാരല്ല ഇരിക്കുകയും അവർക്ക് അവകാശം, ഭൂമി അവകാശമായി കിട്ടുകയും ചെയ്തിരിക്കെ അവർ മറ്റ് ഗോത്രത്തിലെ ഏതെങ്കിലും പുരുഷന്മാർക്ക് ഭാര്യമാരായാൽ ഇവരുടെ അവകാശം, ഭൂമിയുടെ അവകാശം വേറെ ഗോത്രത്തിലേക്ക് പോകും. അതുകൊണ്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് മറ്റൊന്ന് പറയുന്നത്. അപ്പോൾ മോശെ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം അതിന് മറുപടി പറഞ്ഞു. ദൈവം പറഞ്ഞു, യോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെയാണ്. യഹോവ സെലോഫഹാദിൻ്റെ പുത്രന്മാരെ കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായിരിക്കാം, പക്ഷേ അവരുടെ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ആകാൻ പാടുള്ളൂ. അപ്പോൾ അത് അവിടെ നിയമമായി. പിന്നെ എന്നിട്ട് ഇസ്രായേൽ മക്കളുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറരുത്. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ അവരുടെ വിവാഹം അതാത് ഗോത്രത്തിൽ തന്നെ നടക്കണം. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ്റെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താൻ്റെ പിതാക്കന്മാരുടെ അവകാശം കൈവശമാക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ യാതൊരു ഗോത്രത്തിലും അവകാശം ലഭിക്കുന്ന ഏത് കന്യകയും തൻ്റെ പിതൃഗോത്രത്തിലെ ഒരു കുടുംബത്തിൽ ഒരുത്തന് ഭാര്യയാകണം. അങ്ങനെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറാതെ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഓരോരുത്തൻ താൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. അപ്പോൾ അത് സ്ത്രീകൾക്ക് അവകാശം ലഭിച്ചവർക്ക് മാത്രമേ ആ വിഷയമുള്ളൂ. മറ്റത് വേറെ ഏതെങ്കിലും ഗോത്രത്തിലേക്ക് വിവാഹം കഴിച്ചു പോയാൽ അവിടുന്ന് അവകാശം കൊണ്ട് പോകാൻ ആ സ്ത്രീക്ക് അവകാശമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ആ പുരുഷൻ്റെ ഗോത്രത്തിൽ ഉള്ള സ്ഥലത്തേക്കേ പോകുള്ളൂ. സ്ത്രീയുടെ ഗോത്രത്തിൽ സ്ത്രീക്ക് അവകാശമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ അങ്ങനെ പോകത്തില്ല. അതേസമയം അവകാശം ലഭിച്ചിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പോയാൽ ഈ സംഗതി അവിടെ സംഭവിക്കും. അത് അവിടെ ക്ലിയർ ചെയ്യുകയാണ് ദൈവത്തിൻ്റെ അരുളപ്പാടോടുകൂടി മോശെ ചെയ്യുന്നത്. എൻ്റെ അവസാനത്തെ വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? യെരിഹോവിനെതിരെ യോർദാനരികെ സമഭൂമിയിൽ വെച്ച് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ഇത് തന്നെ. അപ്പോൾ ഇവിടെ ഇത് അവസാനിക്കുകയും നാളെ മുതൽ ആവർത്തന പുസ്തകം ഇവിടെ വെച്ച് മോശെ അവരോട് പഴയ ചരിത്രങ്ങളെല്ലാം ഒന്നുകൂടെ ആവർത്തിക്കുകയും, അവർ പുതിയ തലമുറയാണല്ലോ, അവിടെ നിന്ന് പുറപ്പെട്ടവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അവർക്ക് പുതിയ കൽപ്പനകളൊക്കെയും കൊടുത്ത് അവരെ അയക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് വരാൻ പോവുകയാണ് നാളെ മുതൽ. സംഖ്യാപുസ്തകം എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ എണ്ണമെടുക്കൽ അല്ലെങ്കിൽ സംഖ്യ എടുക്കൽ അല്ലെങ്കിൽ സെൻസസ് എടുക്കൽ ആയിരുന്നു. അത് പുറപ്പാടിൻ്റെ സമയത്ത്, അവിടുന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സമയത്ത്, ആ സമയത്ത് മരുഭൂമിയിൽ വെച്ച് അത് സംഭവിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ 40 വർഷമായി ദൈവം കൽപ്പിച്ചതുപോലെ അവിടുന്ന് പുറപ്പെട്ട ആരും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല. മോശയും കാലേബും ഒഴികെ വേറെ ആരുമില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ മോശയും കാലേബും യോശുവയും ഉണ്ട്, 3 പേരുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി ശേഷിക്കുന്നത്, കനാൻ ദേശത്ത് എത്തുമ്പോൾ ശേഷിക്കുന്നത് കാലേബും യോശുവയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു എണ്ണമെടുക്കൽ ആവശ്യമായി വന്ന സമയത്ത് രണ്ടാമത് മോവാബ് സമഭൂമിയിൽ വെച്ച് അവർ വീണ്ടും എണ്ണമെടുത്തു. അത് 38ാമത്തെ വർഷമാണെന്നാണ് ഓർമ്മ. അങ്ങനെ രണ്ടാമതും ഒരു എണ്ണമെടുക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് പുറപ്പെട്ട സമയം, ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന്
കനാൻ ദേശത്ത് എത്തിയിരുന്നെങ്കിൽ രണ്ടാമത് എണ്ണെടുക്കാൻ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ 40 വർഷത്തിനകത്ത് മരണങ്ങളും ജനനങ്ങളും ഒരുപാടുണ്ടായതുകൊണ്ട്, പുതിയൊരു എണ്ണമെടുക്കലിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ആ എണ്ണമെടുക്കലാണ് രണ്ടാമത് നടന്നത്. പക്ഷേ ഓർക്കേണ്ടത്, ദൈവം കൽപ്പിച്ചിട്ടുള്ളത്, അങ്ങനെ ഇസ്രായേൽ മക്കളുടെ എണ്ണം എടുക്കുമ്പോൾ ഓരോരുത്തർ അവർക്ക് മതിപ്പ് വില, അല്ലെങ്കിൽ അവർക്ക് പ്രായശ്ചിത്തമായിട്ട് വീണ്ടെടുപ്പ് വില കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് കുറ്റകരമായിരിക്കും എന്നുള്ള കാര്യവും സംഭവം. ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലയിടത്തൊക്കെ എണ്ണമെടുക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കോപം വന്ന് ബാധയുണ്ടായി ഒരുപാട് പേർ മരിക്കുന്നതൊക്കെ കാണാം. അതിന് കാരണം ഈ വീണ്ടെടുപ്പ് വില കൊടുക്കാത്തതുകൊണ്ട്. വീണ്ടെടുപ്പ് വില, ഒരാൾ വീണ്ടെടുക്കുന്ന വേണ്ടി വീണ്ടെടുത്തില്ലെങ്കിൽ അയാൾ നശിക്കും. അപ്പം അതാണ് അതിനകത്തുള്ള കാര്യം. അങ്ങനെ നമ്മളെ കുറച്ച് ദിവസമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന സംഖ്യാപുസ്തകം ഇവിടെ അവസാനിച്ചു. ദൈവം ഈ കാര്യങ്ങളിലൂടെയൊക്കെയും നമുക്ക് വലിയ ഉൾക്കാഴ്ചകളും. രണ്ടാമത്തെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം. ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയും: നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. ഇതിന് സമാനമായൊരു വാക്യം മത്തായി 6:34 നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്, നാളെ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയില്ലല്ലോ. അപ്പം നാളെ ഇന്നത് ചെയ്യും, അത് ചെയ്യും, അങ്ങനെ ചെയ്യും, അതുണ്ടാക്കും, അവിടെ എത്തും, ഇവിടെ എത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വമ്പ് പറയരുത്, അല്ലെങ്കിൽ പ്രശംസിക്കരുത്. അല്ലെങ്കിൽ അവിടത്തെക്കുറിച്ച് അത്ര വലിയ പദ്ധതികളൊന്നും നടക്കും, 100% നടക്കും എന്ന രീതിയിലൊന്നും ചെയ്യരുത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ആ കാര്യങ്ങൾ ചെയ്യുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. നിൻ്റെ വായല്ല മറ്റൊരുത്തൻ, അതായത് നിൻ്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. നീ നിന്നെ തന്നെ സ്തുതിക്കരുത് ഒരിക്കലും. വേറൊരാളാണ് നമ്മളെ സ്തുതിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു. ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. കോപം പ്രളയം പോലെയും ആകണം. അപ്പോഴും ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ ക്രൂരതയ്ക്ക് ശമനം വരാം. പ്രളയവും പിന്നെ താഴോട്ട് വന്ന് പ്രളയം കഴിയാം, ഒക്കെ സംഭവിക്കാം. പക്ഷേ ജാരശങ്കയുടെ മുമ്പിൽ ആർക്കും നിൽക്കാനൊക്കില്ല. അവിടെ ദൈവത്തിൻ്റെ കോപം ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. കൂടുവിട്ട് അലയുന്ന പക്ഷിയും നാട് വിട്ട് ഉഴലുന്ന മനുഷ്യനും ഒരുപോലെ. അപ്പം അത് രണ്ടും ഒരുപോലെയാണ്. അവർക്കൊരു മടങ്ങി വരവില്ലെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നിൻ്റെ സ്നേഹിതൻ്റെ അപ്പൻ്റെ സ്നേഹിതനെയും അപ്പൻ്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. നിൻ്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്, അപ്പൻ്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തൻ്റെ കഷ്ടകാലത്ത് സഹോദരൻ്റെ വീട്ടിൽ പോവുകയും അരുത്. ദൂരത്തെ സഹോദരനിലും തെറ്റിപ്പോകുന്നു പലതും. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്. അപ്പം ഇത് നോക്കുമ്പോൾ നിൻ്റെ സ്നേഹിതനെ നീ ഉപേക്ഷിക്കരുത്, നിൻ്റെ അപ്പൻ്റെ സ്നേഹിതനെ ഉപേക്ഷിക്കരുത്. ഈ കഷ്ടകാലത്ത് സഹോദരൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് പോവുകയും ചെയ്യരുത്. മകനെ, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. അതിന് പറയുന്നത് അത്തി കാക്കുന്നവൻ അതിൻ്റെ പഴം തിന്നും, യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. അപ്പോൾ അത്തി കാക്കുന്നവൻ പഴം തിന്നും എന്ന കാര്യം ഉറപ്പായതുപോലെ യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുമെന്ന കാര്യവും ഉറപ്പാണ്. അപ്പോൾ വെള്ളി ശുദ്ധീകരിക്കുന്നതിന് വെള്ളി പുടം ചെയ്യുമെന്നാണ് പറയുന്നത്. പൊന്ന് മൂശയിലൂടെ കടത്തി വിട്ടിട്ടാണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്, ശോധന ചെയ്യുന്നത്. മനുഷ്യന് അവൻ്റെ പ്രശംസയാണ്, അവനെ സംബന്ധിച്ചുള്ള നല്ല കാര്യങ്ങളാണ് പ്രശംസ. എന്നുവെച്ചാൽ പ്രശംസ രണ്ട് തരത്തിലുണ്ടല്ലോ. ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രശംസ, ഇല്ലാത്ത കാര്യം സംബന്ധിച്ചുള്ള പ്രശംസയുണ്ട്. ഇവിടെ പ്രശംസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥത്തിലല്ല, അവനിലുള്ള നന്മകൾ, അവനിൽ പ്രശംസിക്കാൻ ഉതകുന്ന അവൻ്റെ ക്വാളിറ്റീസ്, അതിനെ സംബന്ധിച്ചാണ്. മനുഷ്യനും അവൻ്റെ പ്രശംസയാണ്. പ്രശംസിക്കാനുള്ള നന്മ സ്വഭാവങ്ങളും
നല്ലതായിട്ടുള്ള കാര്യങ്ങളുമാണ് വെള്ളിക്ക് പുടം എന്ന് പറയുന്നത് പോലെയും പൊന്നിന് മൂശ എന്ന് പറയുന്നത് പോലെയും മനുഷ്യൻ്റെ കാര്യം എന്നാണ് ദൈവം അവിടെ ഇതിലൂടെ പറയുന്നത്. അതൊക്കെയാണ് അതിനകത്ത് പ്രധാനമായ ചില കാര്യങ്ങൾ ഉള്ളത്. പിന്നെ അതിൽ അത്രയുമേ കാണുന്നുള്ളൂ. ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നതിന് അത് ശാപമായി എണ്ണപ്പെടും. നമുക്കെപ്പോഴും പറയുന്നത് എന്താണ്? അനുഗ്രഹിക്കണം എന്നാണല്ലോ. മറ്റുള്ളവരെ അനുഗ്രഹം ലഭിക്കാൻ വിളിക്കപ്പെട്ടവൻ ആയി മാത്രമല്ല, അനുഗ്രഹിക്കുന്നവരായും ഇരിക്കുക എന്നാണ്. അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും എന്നൊരു വാക്യം എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിലിലേക്ക് പോകാൻ കഴിഞ്ഞ വാക്യം അങ്ങനെ വായിക്കാനേ കഴിയുന്നുള്ളൂ. അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും എന്നുള്ളത്. 27-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. 3-ാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-10 അധ്യായങ്ങളാണ്. 9-ാം അധ്യായം പൂർണ്ണമായും ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഇതാണ്: ജന്മന കുരുടനായ ഒരു മനുഷ്യനുണ്ട്. അവിടെ ആ മനുഷ്യനെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അവൻ സൗഖ്യമാക്കിയത് ശബത്തിലാണ്. അതാണ് അവിടുത്തെ വിഷയം. ആദ്യം ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപം കാരണമാണോ അങ്ങനെയാണ് ഇവൻ കുരുടനായിപ്പോയത്? ഇങ്ങനെ കുരുടനായി പിറക്കാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ അമ്മയോ അല്ല, അവനുമല്ല, അവൻ്റെ അപ്പനുമല്ല, ആരുമല്ല പാപം ചെയ്തത്. ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനാണ് അവൻ കുരുടനായി തീർന്നത് എന്ന് പറഞ്ഞിട്ട് നിലത്തിൽ നിന്ന് കുറച്ച് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ പോയി കഴുകി കണ്ണ് കാഴ്ച പ്രാപിച്ച് സൗഖ്യമായി തിരികെ വന്നു. അപ്പം ഇത് മറ്റുള്ളവരറിഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിൻ്റെ കണ്ണ് തുറന്ന് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന പേരുള്ള ഒരുവൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൻ എവിടെയും ചോദിക്കുന്നുണ്ട്, അതെനിക്കറിയില്ല എന്ന് അവൻ മറുപടിയും പറയുന്നുണ്ട്. പിന്നെ ഈ കുരുടനായിരുന്നവനെ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. അവനും പറയുന്നുണ്ട്, എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു ഞാൻ കഴുകി ഞാൻ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശബത്ത് പ്രമാണിക്കുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭിന്നതയുണ്ടായി അവർ തമ്മിൽ. അവരുടെ ഇടയിലൊരു ഭിന്നത ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് കാഴ്ച പ്രാപിച്ചവൻ്റെ അപ്പനെയും വിളിച്ചു. അപ്പോൾ ജന്മന കുരുടനായിരുന്നെന്നും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. അവനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഈ മകൻ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് ചോദിക്കണം. അയ്യോ, അത് അവൻ പ്രായമുണ്ടല്ലോ, അവൻ പ്രായപൂർത്തിയായവനല്ലേ, അവനല്ലേ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. കാരണം യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അങ്ങനെ പറഞ്ഞത്. അവന് ക്രിസ്തു എന്ന് പറയുന്നവൻ പള്ളിപ്രശ്നനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അങ്ങനെ പള്ളിപ്രശ്നമാകാൻ ഇടയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയപ്പന്മാർ അത് മറച്ചു വെച്ചത്. ഒന്നും പറഞ്ഞില്ല. അത് അവനോട് ചോദിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അവനെ വിളിച്ചു, രണ്ടാമത് വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പം ഈ കണ്ണ് സൗഖ്യം പ്രാപിച്ചവൻ പറയുകയാണ്, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് വീണ്ടും ചോദിക്കുകയാണ്. നിൻ്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്നും ചോദിച്ചു. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നതെന്ത്? നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പം അവർ ഈ കണ്ണ് കാണാൻ സൗഖ്യമായ അവനെ ശകാരിച്ചു. നീ അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. മോശയുടെ ദൈവം സംസാരിച്ചു എന്നൊക്കെ ഞങ്ങൾക്കറിയാം, ഇവൻ എവിടെ നിന്നാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ആ മനുഷ്യൻ അവരോട് തിരിച്ച് മറുപടി പറഞ്ഞത്, എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം തന്നെ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു.
കുരുടനായി പിറന്നവൻ്റെ കണ്ണ് തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർക്കത് ദേഷ്യമായി. നീ മുഴുവനും പാപത്തിൽ പിറന്നു, നീ ഞങ്ങൾ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞവനെ പുറത്താക്കി. അവനെ പുറത്താക്കിയെന്ന് കണ്ടപ്പോൾ യേശു പതുക്കെ ക്രിസ്തു ഇവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യജമാനെ അവൻ ആരാകുന്നു, ഞാൻ അവൻ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ടോ, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവന് വിശ്വസിക്കും, ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു പറഞ്ഞ് ക്രിസ്തുവിനെ നമസ്കരിച്ചു. അപ്പോൾ അവിടെ അതാണ് സംഭവിച്ചത്. എന്നിട്ട് ചില പരീശന്മാർ ഇത് കേട്ട് അവിടെ പറയുന്നത്, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതോടെ പരീശന്മാർ കേട്ടിട്ട്, ഞങ്ങളും കുരുടരോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കുരുടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പാപം നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെയും അവരെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു പറയുന്നത് ആടുകളെക്കുറിച്ചും ആടിൻ്റെ യജമാനല്ല ഇടയനെക്കുറിച്ചുമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇടയൻ ഒരിക്കലും കവർച്ചക്കാരനും കള്ളനും ആയിട്ട് വരത്തിലൊരിക്കലും. അവൻ കള്ളനാണ്, കള്ളനും കവർച്ചക്കാരനും ആണെങ്കിലാണ് വാതിലിൻ്റെ പിൻവശത്തൂടെ വരുന്നത്. എന്നാൽ ഇടയൻ മുൻവാതിലിൽ കൂടെ തന്നെ കടക്കുന്നവനാണ് ഇടയൻ. അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പോൾ ഈ ആട് ഇടയൻ ബന്ധത്തെക്കുറിച്ചാണ് ഇതിൽ കുറേ വാക്യങ്ങൾ ഉള്ളത്. ആടുകളുടെ വാതിൽ ഞാനാകും. അത് കഴിഞ്ഞ് വാതിൽ കിടക്കുന്നതിനെക്കുറിച്ച് പിന്നെ പറയാണ്, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എന്നിൽ കൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോൾ വാതിൽ ഇടയനാണെന്ന് പറയുന്നു. ഇല്ല, അത് കഴിഞ്ഞിട്ട് ആടിൻ്റെ ഈ വലിയ തൊഴുത്തിൻ്റെ വാതിൽ ഞാനാകുന്നു എന്ന് പറയുന്നു. ആ വാതിലൂടെയാണല്ലോ ആട് അകത്തേക്കും പുറത്തേക്കും കിടക്കുന്നത്. അപ്പോൾ എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറയുന്നു. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ ഇടയൻ ആടുകൾക്ക് വേണ്ടി പിന്നീട് ജീവൻ കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ആടിനെ ആക്രമിക്കാൻ വരുന്ന കരടിയായാലും സിംഹമായാലും മറ്റ് ഹിംസ്ര ജന്തുക്കളായാലും അതിനെ തൻ്റെ ജീവൻ കൊടുത്ത് ആടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇടയൻ്റെ ദൗത്യം. ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ആടിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള അധ്വാനത്തിനിടയിൽ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിനിടയിൽ ചിലപ്പം ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ആ സംഘർഷം ഒഴിവാക്കി ഒളിച്ചു കളയുന്നവനല്ല ആ ഇടയൻ. അല്ലാതെ അതിനെ ചെറുത്ത് നിൽക്കുന്നവനാണ് ഇടയൻ എന്നുള്ളതാണ്. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട, നമുക്കൊക്കെയും പ്രധാനപ്പെട്ട ഒരു വാക്യം എൻ്റെ 16-ാമത്തെ വാക്യമാണ്, 10-16. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. അപ്പോൾ ആ ആട്ടിൻകൂട്ടത്തിൽ, ആ തൊഴുത്തിൽ, അതായത് ഇസ്രായേൽ എന്ന ദൈവജനം എന്ന് പറയുന്ന ആ തൊഴുത്തിൽ പെടാത്ത ഒരു ആടാണ് ഞാനും. അത് ജാതികളിൽ നിന്ന് വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചാണ് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഞാനും പെടും, കേൾക്കുന്ന ആളും പെടും. എന്നിട്ട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ഇസ്രായേൽ ജനവും ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളും എല്ലാം ഒരു കൂട്ടമാകും. ദൈവം അതിനെ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ക്രിസ്തു എന്ന ആട്ടിടയൻ ആയിരിക്കെ അതിൻ്റെ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിലും ജാതികളും, ഈ വിശ്വാസത്തിലേക്ക് വരുന്ന ഇസ്രായേലിലും ജാതികളുമായിരിക്കുന്ന ഒറ്റ ആട്ടിൻകൂട്ടത്തെ ആയിട്ടാണ് ദൈവം അതിനെ കാണുന്നത്. അത് ക്രിസ്തുവിൻ്റെ വാക്കിലൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പം, ദൈവാലയത്തിൽ വെച്ച് യഹൂദന്മാർ വളഞ്ഞിട്ട്, നീ ക്രിസ്തുവോ
എങ്കിൽ പറക, നീ ഞങ്ങളെ എന്തുമാത്രം ആശിപ്പിക്കുന്നു. കാരണം അവർ മശിഹായെ കാത്തിരിക്കുന്നവരാണല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും. എന്നിട്ട് അവിടെ ആ ചോദ്യത്തിലാണ് ഈ ഇത്രയും ഉത്തരം പറയുന്നത്. നീ ക്രിസ്തു ആണെങ്കിൽ സ്പഷ്ടമായി, നീ മശിഹ ആണെങ്കിൽ സ്പഷ്ടമായി അത് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയെങ്കിലും നിങ്ങളത് വിശ്വസിക്കുക. അത് നിങ്ങൾ ചെയ്യുന്നില്ല. അതാണ് പറയുന്നത്. എൻ്റെ 30ാമത്തെ വാക്യം, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ യഹൂദന്മാർ അവനെ കല്ലെറിഞ്ഞു. അപ്പോൾ യഹൂദന്മാർ അവർ കല്ലെറിഞ്ഞത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന വാക്യത്തിനാണ്. ഇത് അവർ കല്ലെറിഞ്ഞു. ലോകം മുഴുവൻ ഈ വാക്യം തെറ്റായി വിശ്വസിക്കുക. എന്ത് തെറ്റായി വിശ്വസിച്ചുകൊണ്ടാണ് അവർ കല്ലെറിയാൻ തയ്യാറായത്, അതേ തെറ്റായ വിശ്വാസം ലോകത്ത് മനുഷ്യർ ഈ വാക്യത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്നു. അവർ വിചാരിച്ചത് ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പിതാവ്, ഞാൻ ദൈവം തന്നെയാണ് എന്നാണ് അവർക്കത് മനസ്സിലായത്. ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. യേശു ദൈവമാണ് എന്നാണ് പറഞ്ഞതെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. എത്രയോ ഭാഗത്ത് അതെൻ്റെ പിതാവാണെന്നും എൻ്റെ ദൈവമാണെന്നും പറഞ്ഞ വാക്യങ്ങൾ ഇഷ്ടം പോലെ കിടക്കുമ്പോൾ ഈ ഒരു വാക്യം മാത്രം അത് കേൾക്കുന്നവർക്ക് ഞാൻ തന്നെയാണ് ദൈവം എന്ന് ഉള്ള ആശയവും അർത്ഥവുമാണ് ഈ ലോകം മുഴുവനുള്ള ബഹുഭൂരിപക്ഷം ജനത്തിനും. എങ്ങനെയാണ് ഇത് വിശ്വാസം അവരിലേക്ക് വന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ സത്യം അതല്ല. സത്യം എൻ്റെയും പിതാവിൻ്റെയും ഉദ്ദേശം, എൻ്റെയും പിതാവിൻ്റെയും ലക്ഷ്യം, എൻ്റെയും പിതാവിൻ്റെയും പദ്ധതി അതെല്ലാം ഒന്നാണ്. ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് എനിക്കും. ദൈവം എന്താണ് ചിന്തിക്കുന്നത്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ദൈവം എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ദൈവമേ ഭൂമിയെ, ദൈവം ഭക്തന്മാരെ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, അതുതന്നെയാണ് എൻ്റെയും പദ്ധതി. അല്ലാതെ ദൈവത്തിനെ മാറി എനിക്ക് സ്വന്തമായി ഒരു പരിപാടിയുമില്ല, ഒരു പദ്ധതിയുമില്ല. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രകാരം ജീവിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് എൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന വാക്യം അങ്ങനെയാണ്. പക്ഷേ ലോകം ഇവരെന്തിനാണോ എറിയാൻ കല്ലെറിഞ്ഞത്, അതേ കാര്യം തന്നെയാണ് ലോകവും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ നല്ല പല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവരേത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് ചോദിച്ച യഹൂദന്മാർ പറയാണ്, നിൻ്റെ നല്ല പ്രവൃത്തി നിമിത്തമല്ല, യഹൂദൻ ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കും നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ. കണ്ടോ, അതുതന്നെയാണ് ഇവർ കല്ലെറിയാൻ എടുത്ത ഏത് വിഷയമാണ് അവർ മനസ്സിലാക്കിയത്, അതുതന്നെയാണ് ലോകവും മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ദേവന്മാർ എന്ന് പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധി. അവിടെ ഞാൻ ദൈവം എന്ന് പറഞ്ഞതുകൊണ്ടെന്ന് ഒരിക്കലും ക്രിസ്തു പറയുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവരോട്. അപ്പോൾ പിതാവ് വേറെ, പുത്രൻ വേറെ എന്ന് തന്നെയാണ്. പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ച പുത്രൻ, പിതാവായ ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച യേശുക്രിസ്തു എന്ന മനുഷ്യൻ. ഇതൊക്കെ ക്ലിയറാണ്. എത്രയോ പ്രാവശ്യം പറഞ്ഞ് ക്ലിയറായിട്ടും യേശു തന്നെയാണ് ദൈവം എന്ന് ചിന്തിക്കുന്ന, എന്ത് വിശ്വസിക്കുന്ന ആളുകൾ അവർ ഈ സത്യത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് ഈ സെഷൻ്റെ അല്ലെങ്കിൽ ഈ റീഡിങ്ങിൻ്റെയൊക്കെയും പ്രധാന ആവശ്യം, പ്രധാന ലക്ഷ്യം. നീ ദൈവദൂഷണം എന്ന് പറഞ്ഞ് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ, ഞാൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട, ചെയ്യുന്നുവെങ്കിൽ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും, രണ്ടും രണ്ട് വ്യക്തികളാണ് പ്രിയമുള്ളവരെ. പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി. എന്നിട്ടും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അത് വീണ്ടും യേശുക്രിസ്തു ദൈവദൂഷണം പറയുന്നു എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ
അവിടെ ഇന്നക്കാരുടെ കയ്യിൽ നിന്ന് യേശുക്രിസ്തു ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം നമുക്കെല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ ബൈബിൾ എഴുതി തന്നിട്ടുണ്ട്. ബൈബിൾ മലയാളത്തിൽ വന്നിട്ട് 150 വർഷത്തിന് മുകളിലൊക്കെ 200 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. അതിനു മുമ്പുള്ള ആൾക്കാർ എന്താണ് വിശ്വസിച്ചിരുന്നത്? കേട്ടത് മാത്രമാണ് വിശ്വസിച്ചത്. കേട്ടത് എന്താണെന്ന് പരിശോധിക്കും. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ഈ നാട്ടിലെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിൻ്റെയും കാര്യമല്ല, നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ ജഡീക പിതാക്കന്മാർ, അവർക്ക് അന്ന് ബൈബിൾ തുറന്നു നോക്കാൻ അവരുടെ കയ്യിൽ ബൈബിളില്ലായിരുന്നു. അവർ കേട്ടതൊക്കെ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അവർ കേട്ടത് വിശ്വസിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്. ആ കേട്ടത് വിശ്വാസമായി പരിഗണിച്ച് തലമുറയായി കൈമാറി കൊടുത്തത്, ഇന്ന് നമ്മൾ അറിഞ്ഞതും പറഞ്ഞു കേട്ടതും വിശ്വസിക്കുന്നതുമായ കാര്യം യഥാർത്ഥത്തിൽ ബൈബിളിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കുമാണ്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു പോയത്. അത് ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് യേശു ആരാണെന്നും ദൈവം ആരാണെന്നും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും ഒക്കെയും പറയുന്നുണ്ട്. യേശു മനുഷ്യനാണെന്നും യേശു മരിക്കുന്നവനാണ്, മർത്യനാണെന്നും പിന്നീട് ആ ജീവൻ യേശുക്രിസ്തുവിന് ദൈവം കൊടുക്കേണ്ടതാണെന്നും അല്ലാതെ തനിക്ക് തന്നെത്താൻ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവില്ല, തന്നെത്താൻ ഒരു അത്ഭുതവും ചെയ്യാൻ കഴിയില്ല എന്നും ഒക്കെ യേശുക്രിസ്തു പറയുന്നു. ദൈവം ചെയ്യുന്നതാണ് ഇത് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായി താൻ തന്നെയാണ് ദൈവമെങ്കിൽ തനിക്ക് ചെയ്യാനുള്ള കഴിയും. അപ്പോൾ താൻ ദൈവത്തിൻ്റെ പുത്രനായ ഒരു മനുഷ്യനായ വ്യക്തിയാണ് എന്ന് യേശുക്രിസ്തു പല പ്രാവശ്യം പറയുകയും, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഴിവുകളൊന്നുമില്ല, ദൈവമാണ് ഇതൊക്കെയും ചെയ്യുന്നതെന്ന് പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മടങ്ങിവരവ് ആവശ്യമായിട്ടുള്ളവർ മടങ്ങി വരണം. പുസ്തകത്തിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് വിശ്വസിക്കണം. അത് വിശ്വാസമായി പരിണമിച്ചു. വിശ്വാസമാണ് നമ്മുടെ നിത്യജീവന് ആധാരം. ആ നിത്യജീവിതത്തിൻ്റെ ആധാരം അത് അറിവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. വിശ്വാസം തെറ്റിയാൽ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അറിവ് ശരിയാക്കുന്ന അറിവ് എന്താണെന്ന് പരിശോധിക്കുകയും അറിവിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബൈബിൾ വായനയുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതിലൂടെ ക്രിസ്തുവിനെയും യേശുവിനെയും ദൈവിക പദ്ധതികളെയും നമ്മുടെ ജീവിതം എങ്ങനെ നടക്കണമെന്നൊക്കെയും പഠിക്കുന്ന പുസ്തകമാണിത്. അപ്പം പുസ്തകം തന്നെയാണ് നമ്മുടെ മുമ്പുള്ള ദൈവം. വചനം ദൈവമാകുന്നു. ഈ വചനത്തെ ദൈവമായി കണ്ടുകൊണ്ട് പറയാത്ത കാര്യങ്ങൾ വിശ്വസിക്കാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രം അറിയുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് പ്രാപിപ്പാൻ, ദൈവരാജ്യം പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം താങ്കളെ ഒരുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായനാ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടിരുന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സർവ്വ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്നു.